താരപ്പകിട്ടിലേക്ക് സ്വാഗതം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് താരപ്പകിട്ട് ആഘോഷിക്കുന്നത്. മലയാളത്തിൻ്റെ ബഹുമുഖ പ്രതിഭ, നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ്, അങ്ങനെ എത്ര റോളുകൾ. ഇത്തവണ ക്രിസ്മസ് ആഘോഷിക്കുന്നത് കൗമുദി ലാലേട്ടനോടൊപ്പമാണ്. ലാലേട്ട, വെൽക്കം ടു ദ ഷോ. ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഒരു ഓർമ്മ എന്താണ്? ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകളുണ്ടല്ലോ. ഒന്ന് നമ്മൾ ആദ്യം ആലോചിക്കുന്ന ഈ ക്രിസ്മസ് എങ്ങനെ ആഘോഷിക്കാം എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞു പോയ ക്രിസ്മസിനെ പറ്റി ആലോചിക്കുന്നതിനേക്കാൾ മുമ്പ് ക്രിസ്മസ് ആയല്ലേ, ശരിയാണ്. പക്ഷെ അത് മുമ്പൊക്കെ നമുക്ക് കുറേ മുമ്പ് തന്നെ അറിയാതെ ഫീൽ ചെയ്ത് തുടങ്ങുമായിരുന്നു. തണുപ്പ് കൊണ്ടിട്ടും മൊത്തത്തിൽ ആളുകൾ അതിൻ്റെ ആഘോഷങ്ങൾ നേരത്തെ തുടങ്ങും. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ നക്ഷത്രങ്ങളുണ്ടാക്കുക, അതിന് പേപ്പർ ഒട്ടിക്കുക, അതിനകത്ത് വിളക്ക് കത്തിക്കുക എന്നൊക്കെ പറയുന്ന ഒരുപാട് ചടങ്ങുകൾ അതിന് മുമ്പ് തുടങ്ങുന്നതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സും നമുക്ക് പരിചയമുള്ള വീടുകളിലൊക്കെ അതിൻ്റെ കാര്യങ്ങൾ നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മളും അതിന് വേണ്ടി തയ്യാറെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അത് വലിയ ഈറ്റ മുളയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ കുളത്തിലോ വല്ലതും ഇടും, വെള്ളത്തിൽ താഴ്ത്തിയിടും, ഒന്ന് മയപ്പെടാൻ വേണ്ടി. അതെ, അത് വളയാനൊക്കെ ആയിട്ട്. പിന്നെ അതിൻ്റെ 2-3 ആഴ്ച മുമ്പ് അതെടുത്ത് ചീവി അത് കറക്റ്റ് അളവിൽ മുറിച്ച് അത് വെച്ച് നക്ഷത്രം ഉണ്ടാക്കി പേപ്പർ വാങ്ങിച്ചൊട്ടിച്ച് എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു ചടങ്ങുകൾ അതിന് മുമ്പ് തന്നെ ഇങ്ങനെ തുടങ്ങും. നമുക്ക് എപ്പോഴോ ഫീൽ ചെയ്ത് തുടങ്ങും. ഇതിപ്പോൾ നമ്മൾ ഈ ക്രിസ്മസിനോട് വളരെ അടുക്കുമ്പോൾ എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് വീടിൻ്റെ എന്തെങ്കിലും നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ വല്ല ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ക്രിസ്മസിന് ആരെങ്കിലും വരുമെന്നൊക്കെ പറയുമ്പോൾ ക്രിസ്മസ് ആയല്ലേ എന്ന് പറയുന്നു. എന്നും ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കും. അതുകൊണ്ടല്ല അതാ ഞാൻ പറഞ്ഞു മുമ്പ് അതിൻ്റെ ഒരു മൊത്തത്തിൽ നമ്മുടെ ചുറ്റിനും അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ കാണുമായിരുന്നു. പ്രത്യേകിച്ച് ഇതെല്ലാം വിട്ടാൽ തന്നെ തണുപ്പെന്ന് പറയുന്നത്. അത് നവംബർ പകുതിയാകുമ്പോൾ പോലും നല്ല തണുപ്പായിരിക്കും. രാത്രി ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ പള്ളിയിൽ പോകുന്നതൊക്കെ 2-3 ഷർട്ടും പുതപ്പൊക്കെ പൊതിച്ചിട്ടൊക്കെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയിട്ട് ഇപ്പോൾ മുറിക്കകത്ത് പോലും നമുക്ക് ഫാനിലാണ്ട് കിടന്നുറങ്ങാൻ പറ്റും. തിരക്ക് പിടിച്ച ഈ ഒരു ലൈഫിൽ എത്രത്തോളം ഈ ഫെസ്റ്റിവിറ്റീസ് ആഘോഷിക്കാൻ സമയം കിട്ടാറുണ്ട്? ഞാൻ എല്ലാ ഇങ്ങനെയുള്ള ആഘോഷങ്ങളും നിർബന്ധമായിട്ടും വീട്ടിലുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുമാണ്, കഴിയുന്ന നടപ്പാക്കുന്ന ആളുമാണ്. അതിപ്പോൾ ക്രിസ്മസ് മാത്രമല്ല, അതിൻ്റെ ബർത്ത്ഡേകളാണെങ്കിലും, വീട്ടിലെല്ലാവരുടെയും ബർത്ത്ഡേകളാണെങ്കിലും, വിവാഹ വാർഷികമാണെങ്കിലും, അതുപോലെ ദിവസങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ഈസ്റ്റർ ആണെങ്കിൽ, ഓണമാണെങ്കിൽ, അതൊക്കെ നിർബന്ധമായിട്ടും വീട്ടിലുണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്ന ആളാണ്. ഒരു സിനിമ കഴിഞ്ഞാൽ ലാലേട്ടൻ ഒരു യാത്രയുണ്ട്. പിന്നെ ലാലേട്ടൻ വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും സൂപ്പർ ഹിറ്റാണെങ്കിലും ലാലേട്ടൻ്റെതായ ഒരു സമയം കണ്ടെത്തും. എങ്ങനെയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നത്? അതൊന്ന് രണ്ടാമതൊന്ന് ഫ്രഷ് ആകേണ്ട ആവശ്യങ്ങളുണ്ട്. നമ്മളിവിടെ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത, നമ്മൾ ഡയറക്റ്റ് ചെയ്ത സിനിമ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഓരോ തിയേറ്റർ റിലീസായതിനു ശേഷം ഓരോ ദിവസത്തെ ചെറിയ വ്യത്യാസങ്ങൾ, അതിപ്പോൾ വലിയ സക്സസ് ആണ്, ഇന്ന് ഭയങ്കര കയ്യടിയായിരുന്നു എന്ന് പറഞ്ഞാലും നമ്മളതനുസരിച്ചിട്ടൊന്നില്ലെങ്കിൽ അഹങ്കാരിയാവും, അല്ലെങ്കിൽ ആ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് അത് വേറെ വിധത്തിൽ അതൊരു സിനിമയിൽ തന്നെ ആയിപ്പോകും നമ്മുടെ ജീവിതം മുഴുവൻ. ഞാനിപ്പോൾ ഒരു സിനിമ പ്രൊഡക്ഷനോ ഡയറക്ഷനോ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യ കഥയ്ക്ക് വേണ്ടി ഇരിക്കുന്ന അന്ന് മുതൽ പിന്നെ ഞാൻ അതിൻ്റെ ആളാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വീട്ടുകാരുടെ കാര്യങ്ങളും ഒക്കെ രണ്ടാമത്തെ അവസ്ഥയിലേക്ക് മാറ്റി കംപ്ലീറ്റ്ലി അതിന് വേണ്ടി ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭ്രാന്ത് പിടിച്ച പോലെയാണ്. അപ്പോൾ എൻ്റെ ഭാര്യയൊക്കെ ഞാൻ സിദ്ദിഖുമായിട്ട് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാബൂളിവാല സെറ്റിലൊരിക്കലും വന്നിട്ടുണ്ട് ഒറ്റ പ്രാവശ്യം. അന്ന് അവർക്ക് മനസ്സിലായി അവിടെ പോകണ്ടെന്ന്. അന്ന് എനിക്ക് പോലും നാൻസിയെ കണ്ട് മനസ്സിലായില്ലേ, ശ്രദ്ധിച്ചു പോലും ഇല്ല എന്നല്ല. അപ്പോൾ ഇത് എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നതല്ല, അങ്ങനെ സംഭവിച്ചാണ്. അപ്പോൾ അതിനുശേഷം അവർ പിന്നെ സെറ്റിലേക്ക് വന്നിട്ടില്ല. പിന്നെ നാൻസിയൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ എപ്പോഴെങ്കിലും വരാൻ തുടങ്ങിയത് ഞാനിപ്പോൾ പ്രൊഡക്ഷൻ തുടങ്ങിയതിന് ശേഷം വേറെ ആരെങ്കിലും ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിലൊക്കെ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്നത് കൊണ്ടിട്ട് ചില ദിവസങ്ങളിലൊക്കെ വരും എന്നല്ലാതെ കഴിയുന്നതും ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിനു വേണ്ടി മാത്രമായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അത് റിലീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എന്താണെങ്കിലും, അതിൻ്റെ വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും അത് വിട്ടിട്ട് പിന്നെ കുറച്ചാൾ ഫാമിലിയോടൊപ്പം ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊക്കെ അപ്പോഴേക്കും സമയം കിട്ടും. ആ സമയം 100% അതിൻ്റെ ആളായിരിക്കും. ലാലേട്ടൻ എപ്പോഴും ടി വിയിൽ കാണുന്ന ആളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ചാൽ നമുക്കിപ്പോഴും ഓർമ്മയാണ് ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങളും ഇൻ്റർവ്യൂവിൽ ഷെയർ ചെയ്ത കാര്യങ്ങളും ഒക്കെ. ഒരു 8 വർഷം മുമ്പ് ഞാൻ ഒറ്റയ്ക്ക്, എനിക്ക് തിയേറ്ററിൽ എൻ്റെ സിനിമ ഞാൻ ഓടി ഹാർഡ് വർക്ക് ചെയ്ത സിനിമയാണ്. പക്ഷേ എന്തുകൊണ്ടെന്ന് അറിഞ്ഞൂടാ, എനിക്ക്
തിയേറ്ററിലിരുന്ന് കാണാനുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ അങ്ങനെ എനിക്കൊരു പേടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഇത്രയും ബോൾഡായൊരു സിനിമ, ഇത്രയും പഠിച്ച, ഇത്രയും കയ്യിൽ ഒതുങ്ങിയ ഒരാൾക്ക് അങ്ങനെ ഒരു അപ്രോച്ച്? അത് നമുക്ക് ആ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടിട്ടാണ്. ആ സിനിമയെ ഒരു ചെറിയ ഈ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ഒരാൾ പോലും എന്തെങ്കിലും കമൻ്റ് അടിക്കുകയോ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ഒരു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ്. അത് പറഞ്ഞാൽ എത്ര കണ്ടിട്ട് മനസ്സിലാവുന്നറിയില്ല. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഒരു കുട്ടി സ്കൂളിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ആ കുട്ടി ആരെങ്കിലും കൂടിയിട്ട് കരഞ്ഞു എന്നൊക്കെ പറയുന്നതിനേക്കാൾ സങ്കടകരമായിട്ടുള്ള അവസ്ഥയായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പം ഞാൻ അന്ന് പറഞ്ഞ ജയന്തിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെങ്കാശിപ്പട്ടണം, എനിക്കും പാലക്കാട് പാലക്കാട് അത് പടം റിലീസായി, അതൊരു സൂപ്പർ ഹിറ്റായി, എല്ലായിടത്തും ഇത്രയും കയ്യടി കണ്ട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടും ഓർമ്മകൾ നമുക്ക് അതിൻ്റെ 75-ാം ദിവസമൊക്കെ ആയ സമയത്താണ് ഞാൻ അവിടെ ഒരു തിയേറ്ററിൽ, ആ തിയേറ്റർ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, പാലക്കാട് നിന്ന് പൊള്ളാച്ചിക്ക് പോകുന്ന ഒരിക്കൽ തിയേറ്ററാണ്. അപ്പോൾ അവിടെ ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് അപ്പോഴേക്കും പടത്തിനൊക്കെ ആൾ കുറഞ്ഞു, പ്രത്യേകിച്ച് അതൊരു ചെറിയ സ്റ്റേഷനാണത്. അപ്പോൾ മൊത്തം തിയേറ്ററിൽ 10-30 പേരുണ്ടാവുള്ളൂ. ആ സമയത്ത് പോലും ഞാൻ തിയേറ്ററിൽ ബാൽക്കണിയിൽ ആ ഒരു ടിക്കറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഒറ്റക്ക് വരുന്നുണ്ടാകുന്നുണ്ട്. എന്നിട്ടും എനിക്കന്നും ശ്വാസം മുട്ടുണ്ടായിരുന്നു, ഇന്നത് കുഴപ്പമാകുമോ, ഇന്ന് ആരെങ്കിലും എന്നെ കമൻറ്റ് ചെയ്യുമോ എന്ന് പറയുന്ന പേടി അവസാനം വരെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ സിനിമയോട് നമുക്കുള്ളൊരു അതിഭയങ്കരമായിട്ടുള്ള ഇഷ്ടം കൊണ്ടിട്ടാണ്. നമ്മുടെ സിനിമകൾ ഒരിക്കലും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ റാംജി റാവു മുതൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള സിനിമകൾ, അല്ലെങ്കിൽ ഞാൻ റാംജി റാവിലേക്ക് ഇപ്പോൾ വേണോ റാംജി റാവിലെ കോമഡി ഞാൻ ഓർമ്മ, ഇതെന്താ ഓട്ടോറിക്ഷ ബസ് സ്റ്റാൻഡാന്ന് മാമുക്കോയി പറയുന്നത്, അല്ലെങ്കിൽ ആ അംബാസഡറിലെ ഡോർ അടച്ചാൽ അപ്പുറത്തൂടെ തെറിക്കുന്നത്, സിറ്റുവേഷണൽ കോമഡീസിന്റെ ഒരു സിനിമ റിലീസ് ചെയ്ത സമയത്ത് അവരുടെ ജനിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ അവൻ ആ പയ്യൻ്റെ അപ്പനും അമ്മയും കല്യാണം കഴിക്കാൻ പോലും ആലോചിക്കാത്ത സമയത്ത് ഇറങ്ങിയിട്ടുള്ള പടമാണത്. ആ കുട്ടികൾക്ക് വരെ ആ പടത്തിലെ ഓരോ സംഭാഷണങ്ങളും ഇപ്പോഴും ഓർമ്മയുണ്ട്, കാണാപ്പാടമാണെന്നൊക്കെ പറയുന്നത് അതൊരു മഹാഭാഗ്യമാണ്. അങ്ങനത്തെ ഒരു സിനിമയൊക്കെ ഉണ്ടായതൊക്കെ പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം. മറ്റവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സിനിമയുടെയൊക്കെ ഭാഗമായത്, അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ കഴിഞ്ഞതൊക്കെ വലിയ സംഭവമായിട്ട് ഞാൻ കരുതുന്നു. പക്ഷെ ഇപ്പോഴും നമുക്ക് റാംജി റാവു പോലും ആസ്വദിച്ച് കാണാൻ പറ്റിയിട്ടില്ല. ഒരു സീൻ പോലും നമ്മൾ ചിരിച്ചുകൊണ്ട് റാംജി റാവു ഇപ്പോഴും കാണാൻ പറ്റില്ല. ഇപ്പോഴും നമുക്ക് ടി വിയിൽ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ CD എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു സീൻ കാണുമ്പോൾ ആ സീൻ ഷൂട്ട് ചെയ്ത ദിവസം ഉണ്ടായ പ്രശ്നങ്ങളും തടസ്സങ്ങളും അന്ന് നമ്മൾ മറ്റു കാര്യങ്ങൾ സംസാരിച്ചതും ആ ലൊക്കേഷൻ കാണാൻ പോയതും ആ ലൊക്കേഷനിൽ ആ ഷോട്ട് എടുക്കുന്ന സമയത്തുണ്ടായ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഓർമ്മ വരുള്ളൂ. അല്ലാതെ ആ സിനിമയിൽ അതിനസിനേട്ടൻ പറയുന്ന ഡയലോഗ് കേട്ട് നമുക്ക് ചിരിക്കാൻ ഒരിക്കലും തോന്നില്ല, ചിരിക്കാൻ പറ്റേയില്ല. അത് വേറൊരു അവസ്ഥയാണ്. ചില കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ തന്നെ ഒരുപാട് നല്ല സിനിമകൾ, ഇപ്പോൾ റാംജി റാവു ആണെങ്കിലും ഹരിഹർനാറാണെങ്കിലും ഗോഡ് ഫാദർ ആണെങ്കിലും ഒക്കെ, ഇത് മറ്റുള്ളവർ ഒരുപാട് ആസ്വദിച്ചതാണല്ലോ എന്ന സന്തോഷം മനസ്സിലുണ്ടെന്നുള്ളതല്ലാതെ ആ സിനിമ നമുക്കൊരിക്കലും ഒരു സിനിമയായിട്ട് കാണാൻ ഭാഗ്യമില്ല എന്ന് പറയുന്നതാണ് ഒരു ക്രിയേറ്ററുടെ ഏറ്റവും വലിയ നഷ്ടവും ദുഃഖവും. ആ നഷ്ടവും ദുഃഖവും ഒക്കെ ഇരിക്കുമ്പോഴും വളരെ ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്. കാര്യം ഒരു നിർമ്മാതാവ് ആവുക എന്ന് പറഞ്ഞാൽ കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പം ഒരു ആക്ടർ, സംവിധായകൻ തീർച്ചയായിട്ടും സർഗാത്മകതയുണ്ട്, നേട്ടങ്ങളുമുണ്ട്. പക്ഷേ പ്രൊഡ്യൂസർ ആദ്യം മുടക്കിയാണ് കാണിക്കേണ്ടത്. അപ്പം അങ്ങനെ ഒരു ഡിസിഷനിലോട്ട് വന്നപ്പോൾ ഇത് അപ്പം എത്രത്തോളം ചിന്തിച്ചു അതിനെക്കുറിച്ച്? അത് പണം മുടക്കാൻ നമുക്ക് പറ്റും എന്ന് പറയുന്നൊരവസ്ഥയിലാണ് അത് ചെയ്തത്. അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് പണം മുടക്കൽ മാത്രമല്ല ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആളുടെ ജോലി. അത് പലരും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. അതുകൊണ്ടാണ് പല പ്രൊഡ്യൂസേഴ്സിനും സിനിമയിലെ ലൊക്കേഷനിൽ ചെന്നിട്ട് അവർക്ക് വില കൊടുക്കാറില്ല, ഡയറക്ടേഴ്സ് മൈൻഡ് ചെയ്യാറില്ല, ആർട്ടിസ്റ്റുകളുടെ അടുത്ത് ചെന്നിട്ട് ഫോട്ടോ എടുക്കുമെന്ന് പറയുമ്പോൾ അവരിപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരാതികൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന. അതെന്തുകൊണ്ടെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വെറും പണം മുടക്കുന്ന ഒരു, എന്താ പറയുക, ഒരു ബാങ്കിൽ നിന്ന് കാശ് കൊടുക്കുന്ന പോലെ എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിൽ ചെയ്യേണ്ട ജോലിയല്ല പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. ഒരു നല്ല കലാകാരന് ചെയ്യേണ്ട ജോലി, ഒരു കലാകാരൻ ചെയ്യേണ്ട ജോലിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അയാൾ അതിൻ്റെ ആദ്യം മുതലുണ്ടാകണം, അതിൻ്റെ കഥ മൂലം അറിഞ്ഞിരിക്കണം, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് പണം മുടക്കുന്നതെന്ന് അയാൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കണം, എന്ത് പ്രോഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള ഫൈനൽ റിസൾട്ടിനെ പറ്റി ഒരു ഏകദേശ ധാരണയെങ്കിലും അയാൾക്കുണ്ടാകണം. ആ കഥയ്ക്ക് എന്ത് വിറ്റുവരവ് വരാം, അല്ലെങ്കിൽ ആളുകൾ എത്ര ഇത് ആസ്വദിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു മുൻധാരണ വേണം. അതല്ലാതെ ഒരു ഡയറക്ടറെയും തിരഞ്ഞെടുത്ത്, ഒരു പ്രൊഡ്യൂസറെയും തിരഞ്ഞെടുത്ത്, ഒരു ക്യാമറാമാനെ, ഒരു ആർട്ടിസ്റ്റിനെയും തിരഞ്ഞെടുത്തിട്ട് ഇവരൊക്കെ കൂടി കയറി ചെയ്തു കഴിഞ്ഞാൽ നല്ല സിനിമയായിരിക്കും. എന്നാൽ ചെയ്യൂ എന്നുകൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് വില കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഒരു നടനും സംവിധായകനും ആയതിനു ശേഷം നിർമ്മാതാവായതുകൊണ്ടുള്ള ഒരു ഗുണമാണോ ലാലേട്ട ഈ തോട്ടം എന്ന് പറയുന്നത്? അല്ലല്ല, ഞാൻ എന്ത് കാര്യങ്ങളും, ഞാനിപ്പോൾ അഭിനയമാണെങ്കിലും
അഭിനയത്തിൻ്റെ കാര്യം വേണമെങ്കിൽ കുറച്ച് മാറ്റി വെക്കാം, അല്ലെങ്കിൽ ഡയറക്ഷൻ വന്നതാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ നന്നാവുമെന്ന് എനിക്ക് നല്ല വിശ്വാസം വന്നതിന് ശേഷം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് ചെയ്യാനായിട്ട് ഞാൻ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാകും ഞാൻ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ആളാണ്. പ്രൊഡ്യൂസ് ചെയ്യാൻ സമയത്ത് എനിക്കറിയാമായിരുന്നു എനിക്കൊരു നല്ല പ്രൊഡ്യൂസറാകാൻ പറ്റും, അതിൻ്റെ ഡയറക്ടർക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് എനിക്ക് പറ്റും, ആ സിനിമ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും, അതിനുള്ള ബന്ധങ്ങളുണ്ടാക്കാൻ എനിക്ക് പറ്റും എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഉറപ്പായിട്ടുള്ള ആളാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് അതിനൊക്കെ സക്സസ് ആകാനും പറ്റിയിട്ടുള്ളത്. അത് ശരിയാവില്ല എന്ന് തോന്നിയ സമയത്ത് ഞാൻ നിർത്തിയിട്ടുണ്ട്. ഞാൻ പ്രൊഡക്ഷൻ നിർത്തിയ ഞാൻ വളരെ ഒരു 95% പടങ്ങളും ഞാൻ ചെയ്തേക്കുന്ന പടങ്ങൾ സൂപ്പർ ഹിറ്റുകളായിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ പ്രൊഡക്ഷൻ നിർത്തിയത്. അത് അങ്ങനെ ഞാനിപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ തിരക്കായി, ഞാനിപ്പോൾ ഒരു പടം പ്രൊഡക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനെയല്ല പടം ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നി. ഒരു സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ അതിൻ്റെ എല്ലാ അംശങ്ങളും ഓരോ സമയത്തും അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമാണ്. അത് പറ്റില്ല, അഭിനയത്തിൻ്റെ തിരക്ക് വന്നപ്പോൾ ഞാൻ ആ സംഭവം നിർത്തി. മാത്രമല്ല ഞാൻ അഭിനയം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം വന്നു. അഭിനയം എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അടുത്ത് ഇടയിൽ നമ്മൾ എൻജോയ് ചെയ്തൊരു സംഭവം എനിക്ക് ഓർമ്മ വന്ന്, ആ പായവരിയിലെ ഒരു കഥ എന്തായിരുന്നു, പുലിമുരുകനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് അപ്പം ഉണ്ടായ ഒരു ഇംപ്രൊവൈസേഷൻ ആണ്. അത് ശരിക്കും ഇംപ്രൊവൈസേഷൻ ആണ്, അത് ശരിക്കും സ്ക്രിപ്റ്റിലുണ്ടായിരുന്നല്ല. അത് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും അവിടെ ഒരു തമാശ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ഡയറക്ടർക്കും ഒക്കെ തോന്നൽ വന്നു. അന്ന് എനിക്ക് തോന്നുന്നു ഉദയൻ അവിടെ സ്ഥലത്തില്ല. അപ്പോൾ എന്ത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വന്ന് കിടക്കുന്ന സീനാണ്. അപ്പോൾ പായ ചുരുട്ടി കഷത്തി വെച്ചിട്ടാണ് ഞാൻ വരുന്നത് തന്നെ അങ്ങോട്ട്. അപ്പോൾ പായ ഇരിപ്പുണ്ട്. അപ്പോൾ പായ താഴിട്ട് ആർട്ടിലാരോ അത് നിവൃത്തിയിടാൻ നോക്കിയപ്പോൾ അതിങ്ങനെ ഒരു വശം ചുരുട്ടി മറ്റു മറുവശം ചുരുണ്ട് വരുന്നത് കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ചെയ്യാം. ഒന്നുമില്ലാതെ ഇത്തരത്തൊരു ചെറിയ തമാശയെങ്കിലും കിട്ടട്ടെ എന്ന് അത് ശരിക്കും നമ്മൾ തന്നെ അപ്പം തോന്നിയിട്ട് ചെയ്ത സംഭവമാണ്. പക്ഷെ അതിന് ശേഷം എനിക്കിപ്പോൾ അടുത്ത് വാട്സപ്പിൽ ഏതോ ഒരു തമിഴ് പടത്തിൻ്റെ ഒരു ക്ലിപ്പ് അയച്ചു വന്നു. മുമ്പ് വന്നിട്ടുള്ള സിനിമ അതിനകത്ത് ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ധൈര്യമായിട്ട് അത് ഇങ്ങനെ തമിഴിൽ വന്നു എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഞാനാണത് ആ സമയത്ത് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ഞാനാണ്. ഉദയൻ പാവ അറിഞ്ഞിട്ടുള്ള കാര്യമല്ല, ഉദയൻ എഴുതി വെച്ചിട്ടുള്ളതല്ല. അപ്പോൾ അതിന് മുമ്പേലും വന്നിട്ടുള്ളതാണ്, പക്ഷെ ഞാനത് കണ്ടിട്ടല്ല അത് ചെയ്തത്. അല്ല, ചില ചിന്തകൾ നമുക്ക് ഒരേപോലെ ആയിരിക്കാം, അത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ തന്നെ അടുത്ത് ഫുട്ബോൾ ബേസ് ചെയ്തിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒരു 6 സിനിമകളോളം ഇപ്പോൾ വരാൻ പോകുന്നു. പലരും ചിന്തിക്കുന്നുണ്ട്. നിവിൻ പോളി ചിന്തിക്കുന്നുണ്ട്, പൃഥ്വിരാജ് ചിന്തിക്കുന്നുണ്ട്, ജയസൂര്യ വെച്ചിട്ട് ഒരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഒരു 3-4 പടങ്ങൾ വേറെയും പ്ലാൻ ചെയ്യും. അപ്പോൾ 7 പേരോളം ഇപ്പോൾ ഫുട്ബോൾ ബേസ് ചെയ്തിട്ടുള്ള പടങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതൊക്കെ ഒന്നും അത് ഇങ്ങനെ പടം തുടങ്ങാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നതല്ല. അത് ചില സമയത്ത് ചിന്തകളിൽ അങ്ങനെ വരാൻ ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ ആ സമയത്ത് വരുന്ന പത്രവാർത്തകൾ ചിലപ്പോൾ ന്യൂസുകളൊക്കെ അതിനെ സ്വാധീനിക്കുന്നുണ്ടാവും. അങ്ങനെ സമകാലികമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അറിയാതെ സ്വാധീനിച്ചിട്ട് നമ്മുടെ ചിന്തകൾ ആ ഏരിയയിലേക്ക് പോകാൻ ഇപ്പോൾ തന്നെ വിമാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ എനിക്ക് 1, 2, 3 പടങ്ങൾ വരാൻ പോകുന്നു. ഇത്രയും കാലത്ത് വിമാനമായിട്ട് ബന്ധപ്പെട്ടൊരു പടം പോലും വന്നിട്ടില്ല. അതിനേക്കാൾ രസകരമായിട്ടുള്ള അവസ്ഥ ഞങ്ങൾ ഈ ഇത്രയും കാലം ഇരുന്ന് റാംജി റാവു എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നു. ആലപ്പുഴയിൽ കടൽപ്പാലത്തിൻ്റെ അവിടെ ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിജി തമ്പിയും ഗ്രൂപ്പും കൂടി ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് വന്നിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പടത്തിൽ 3 പേര് കറുത്ത ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കുക, കറുത്ത തോക്ക് എന്നൊക്കെ പറഞ്ഞ എപ്പിസോഡ്. ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് 3 പേര്, ഒന്ന് ജനാർദ്ദൻ ചേട്ടൻ, പിന്നെ വേറെ 2 പേരുണ്ട്. അവരും ഈ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് അതേപോലെ മോമൂടിയൊക്കെ ഇട്ട് നിൽക്കുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ എന്താണ് ഇതിൻ്റെ സംഭവം, അങ്ങനെ ഹ്യൂമർ സംഭവമാണ്. അപ്പോൾ എന്താണ്ട് ബേസ് അന്വേഷിച്ചു. അപ്പോൾ ആനന്ദക്കുട്ടനായിരുന്നു എൻ്റെ ക്യാമറ. അപ്പോൾ പറഞ്ഞു കിഡ്നാപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കണം, റാംജിറാവു ഒരു കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുന്നതിൻ്റെ കഥയാണ്. മലയാള സിനിമയിൽ കിഡ്നാപ്പ് എന്ന് പറയുന്ന വാക്കേ ഉപയോഗിച്ചിട്ടുള്ള കിഡ്നാപ്പ് എന്ന് അങ്ങനെ ബന്ധപ്പെട്ട കഥ ഇതുവരെ വന്നിട്ടില്ല. വരുന്ന സമയത്ത് രണ്ടും കൂടി ഒരുമിച്ച് വരിക. അതിനകത്ത് 2 3 പേര് കറുത്ത ഡ്രസ്സ് ഇട്ട് ഞങ്ങൾ ശരിക്കും ഭീകരമായിട്ട് കൈയും കാലമൊക്കെ തളർന്നുപോയി. കാരണം ഇത്രയും കാലത്ത് അധ്വാനമായിട്ട് വരുന്ന ഈ പടം മോഷ്ടിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആരായിരിക്കും അടിച്ചത് ഈ കഥ എന്നൊക്കെ പറഞ്ഞ ചിന്തകളായിരുന്നു. അത് പക്ഷേ ആ സമയത്ത് അവർ ചിന്തിച്ചതിനകത്ത് വന്ന ഒരു കഥ, ഇത് വേറെ സിനിമ, അത് തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടായില്ല. പക്ഷേ കുറച്ച് നാളത്തേക്ക് നമ്മുടെ നെഞ്ചിൽ തീ കോരിയിട്ടു. ഇതിപ്പോൾ ഒരേ ഫുഡ്, ഒരേ റെസിപ്പി 10 പേര് കുക്ക് ചെയ്താലും 10 ടേസ്റ്റ് ആയിരിക്കും. അതെ അതെ അതെ. നേരത്തെ പേടിയുടെ കാര്യം പറഞ്ഞു. ഞാൻ
ആരെങ്കിലും എന്തെങ്കിലും പറയുമോ, നമ്മളൊരു കാര്യം ചെയ്യുന്നതിനേക്കാൾ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ, പക്ഷെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അറിയാതിരുന്ന് ബ്രേക്ക് ചവിട്ടും, ക്ലച്ച് ചവിട്ടും, അറിയാതെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യും. അതുപോലെയാണ് സ്വന്തം മകൻ സംവിധാനം ചെയ്യുന്നു. ലാലേട്ടൻ കൊടുത്തൊരു കോൺഫിഡൻസ്, അതിനപ്പുറം ലാലേട്ടൻ ഒറ്റയ്ക്കിരുന്ന് എങ്ങനെ ആയിരിക്കുമെന്ന് ചിന്തിച്ച ആ ഒരു ഫീൽ. അല്ല, അവൻ ആദ്യം ഹണിബി ഫസ്റ്റ് പാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് അവനെ എങ്ങനെ സിനിമ എടുക്കുന്നു, എങ്ങനെ ഷോർട്സ് എടുക്കുന്നു, എങ്ങനെ അഭിനയിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതെന്ന് ടെലിഫിലിമിന് അവാർഡ് അതൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവനെ ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയിൽ പോയി പഠിച്ചിട്ട് വന്നു. അതൊക്കെ ശരി, അതൊക്കെ ഓക്കെ. പക്ഷെ ഞാൻ പഠിച്ചിട്ടുള്ളൊരു കാര്യം, ഒരു സിനിമാ സംവിധായകന് ഏറ്റവും ആദ്യം വേണ്ടത് ഇതൊന്നും അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇതെല്ലാം വേണം, നിർബന്ധമായിട്ടും വേണം. അതിനേക്കാൾ ഉപരിയായിട്ട് സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയാൽ എത്ര പ്ലാൻഡ് ആയിട്ടുള്ള സിനിമയാണെങ്കിലും ആദ്യ ദിവസം ലൊക്കേഷനിലേക്ക് പുറപ്പെടുന്ന സമയം മുതൽ തടസ്സങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കുള്ളൂ. ആദ്യം മുതൽ തുടങ്ങും. അല്ല, മറ്റേ ക്യാമറ വന്നിട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ മറ്റേ ആർട്ടിസ്റ്റ് ഇന്ന് എത്തൂല, നാളെ എത്തുള്ളൂ, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ലൊക്കേഷൻ അതിൻ്റെ ഓണർ സമ്മതിച്ചിരുന്നാണ് ഇപ്പോൾ തരില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ കോസ്റ്റ്യൂം കൊണ്ടുവരുമ്പോൾ നോക്കിയിട്ട് ആർട്ടിസ്റ്റ് പറയുന്നത് എൻ്റെ അളവ് ശരിയല്ല, മൊത്തം രണ്ടാമത് തയ്ക്കണം, അതിന് ഒരു ദിവസം എടുക്കും, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് കൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൂടെ. അത് എത്ര പ്ലാൻഡാണ്. ഇപ്പോൾ നമ്മൾ കോസ്റ്റ്യൂംസൊക്കെ നേരത്തെ തയ്ച്ചിട്ട് നോക്കി ആർട്ടിസ്റ്റുകളെ കൊണ്ട് ഇട്ട് നോക്കിയിട്ട് ഒരു മാസം ഷൂട്ടിംഗ് വെച്ചു എന്ന് പറഞ്ഞാലും ഇത് ഫേസ് ചെയ്യാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. ആ സമയത്ത് എടുക്കുന്ന ചില ഡിസിഷൻസ് ഉണ്ട്. ഈ സീൻ എടുക്കാം, മറ്റേ സീൻ എടുക്കാം, അല്ലെങ്കിൽ ഈ സീൻ മാറ്റി വെക്കാം, അല്ലെങ്കിൽ ഈ ഷോട്ട്സ് എടുക്കുന്ന സമയത്ത് അത് ചെയ്യാം എന്നൊക്കെ പറയുന്നത്, അത് ആ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു സിനിമയുടെ ഫൈനൽ റിസൾട്ടിലേക്ക് വരുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. ചിലപ്പോൾ ഇന്ന് ഷൂട്ടിംഗ് വേണ്ട എന്ന് തീരുമാനിക്കുന്നതായിരിക്കും ആ നല്ലൊരു ഡിസിഷൻ. ചിലപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ കിട്ടിയിരിക്കുന്ന ഏറ്റവും മിനിമം ആയിട്ടുള്ള കാര്യം വെച്ചിട്ടാണെങ്കിൽ പോലും കുറച്ച് ക്വാളിറ്റി കുറഞ്ഞാലും അത് എടുത്ത് തീർക്കുക എന്ന് പറയുന്നതാണ് ബുദ്ധി എന്നൊക്കെ പറയുന്ന ആ സമയത്ത് എടുക്കുന്ന ഡിസിഷൻ. അത് ചില സമയത്ത് അതായിരിക്കും ശരി, വേറെ പല സമയത്ത് ആ ഡിസിഷൻ തെറ്റായിരിക്കും. പക്ഷെ ആ സമയത്ത് എടുക്കേണ്ട തീരുമാനം അതായിരിക്കും. അതെടുക്കാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞത് അത് നിസ്സാരപ്പെട്ട കാര്യമല്ല. അത് ഇവന് എങ്ങനെ സാധിക്കും, ഇവന് അങ്ങനെ ഒരു ജീവിതാനുഭവം ഉണ്ടോ, ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള പേടിയുണ്ടായിരുന്നു. അത് പക്ഷെ അവനൊരു 60% ആ പടത്തിന് തന്നെ അവൻ ഓക്കെ ആയിരുന്നു, ബെറ്ററായിരുന്നു. എന്നാലും ചില നല്ല കാര്യങ്ങളിൽ ചില ആർട്ടിസ്റ്റുകൾ പ്രശ്നങ്ങളുണ്ടാക്കുമ്പോഴും പൊങ്കറപ്പിക്കുമ്പോഴൊക്കെ അവൻ വല്ലാണ്ട് തളർന്നു പോകുന്നൊരവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് ഈ പടത്തിനൊക്കെ ഞാൻ വളരെ റിലാക്സ്ഡ് ആയിട്ട്, ശരിക്കും പറഞ്ഞാൽ വളരെ പ്രൗഡ്ലി ഞാൻ നോക്കിക്കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി നാൻസി എടുത്ത് പറഞ്ഞാൽ വളരെ മെച്ചുവേർഡായിരിക്കുന്നു, പ്രാക്ടിക്കലായിരിക്കുന്നു. ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പെരുമാറുന്ന രീതികൾ വളരെ രസമായിട്ടുള്ള ഒരു രീതിയിൽ അവരെ കാണാനും, ഒരു ആർട്ടിസ്റ്റുകൾ, പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് വളരെ ചെറിയ മനസ്സുള്ള ആൾ. ചെറിയ മനസ്സെന്ന് പറഞ്ഞാൽ നന്മയുടെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്, വളരെ കുഞ്ഞ് കുട്ടികളുടെ മനസ്സുള്ളവരായിരിക്കും മിക്കവാറും എല്ലാവരും. അപ്പോൾ അവർ ചിലപ്പോൾ കാലത്ത് വന്നു കഴിഞ്ഞിട്ട് 7 മണിക്ക് വരണം എന്ന് പറഞ്ഞാൽ 7 മണിക്ക് വന്നിട്ട് 9 മണിയായിട്ട് ഷോട്ട് എടുത്തില്ലെങ്കിൽ അവർക്കപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതെല്ലാവർക്കും ഉണ്ടാകും, എനിക്കും ഉണ്ടാകും. ഞാൻ വളരെ വലിയ മര്യാദക്കാരൻ നല്ലവനുമാണെന്നൊക്കെ വിശ്വസിക്കുന്നത് ഞാനാണ്. പക്ഷേ എനിക്കാണെങ്കിൽ പോലും കാലത്ത് ഇങ്ങനെ ഇത്ര മണിക്ക് വരണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് എടുത്തില്ലെങ്കിൽ നിങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചാൽ പോരെ, ഞാൻ കിടന്ന് ഉറങ്ങില്ലേ എന്ന് പറയുന്നൊരു ചിന്ത ഉള്ളിൽ വരും. പക്ഷേ അതേ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് തന്നെ അങ്ങോട്ട് ചെന്നിട്ട് ഇന്ന് ചിലപ്പോൾ വൈകുന്നേരം വരെ ചിലപ്പോൾ ഷോട്ട് ഉണ്ടാവില്ല, കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അവർ പറയും ഒരു കുഴപ്പമില്ല, ഞാൻ 2 ദിവസം വെറുതെ ഇരുന്നോളാം, ഞാൻ അതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നതല്ലേ നിങ്ങളുടെ അപ്പോൾ അവർ അറ്റൻഡ് ചെയ്തു എന്നുള്ള തോന്നൽ, അത് ഏത് ചെറിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും അത് നിർബന്ധമുള്ള കാര്യമാണ്. അത് അവർക്കൊക്കെ ഉണ്ട് പ്രശ്നങ്ങൾ. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ മുതൽ അവൻ അത് വളരെ ഭംഗിയായിട്ട് ഈ പടത്തിന് കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. ജീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈസ് +2. കാര്യം അച്ഛൻ കൂടെ നിന്ന് അല്ലെങ്കിൽ അച്ഛൻ മാറി നിന്ന് നോക്കുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നു. എന്താണ് ലേണിംഗ് ഫ്രം ലെസൺ, അവൻ അറിയാനുള്ള കാര്യങ്ങൾ അച്ഛൻ അനുഭവങ്ങളിൽ നിന്നും ഷെയർ ചെയ്യാനുണ്ട്. പക്ഷേ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് വളർന്നു വന്ന ആ ഒരു യൂത്ത്, ആ ഒരു കാലത്തേക്ക് പോകുമ്പോൾ ആ ഒരു ക്രൈസിസിനെ എങ്ങനെ കാണുന്നു ലാലേട്ടൻ? എങ്ങനെയാണ്? അല്ല, അവിടെ നമുക്ക് ഇപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത്, ജ്യേഷ്ഠൻ്റെ സ്ഥാനത്തൊക്കെ ഫാസിൽ സാർ എന്ന് പറയുന്നൊരു വലിയ വ്യക്തി ഉണ്ടായിരുന്നു. നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു ഫോൺ കോളിൽ അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ചയിൽ തീർത്ത് തരാവുന്ന, അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകുന്ന സമയത്ത് അതൊന്നൊരു പ്രശ്നമല്ല, അത് ഞാൻ ഏറ്റെടുത്തോളാം, അതിൻ്റെ റിസ്ക് എന്ന് പറയാൻ ശക്തിയുള്ള ഒരാളെ ഞങ്ങളുടെ പുറകിലുണ്ടായിരുന്നു. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് ആ ഒരു ബലം തന്നെയാണ്, ആ ഒരു ഐശ്വര്യമാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മറക്കാൻ പറ്റുന്നൊരു കാര്യമല്ല.